സുധിക്ക് അർച്ചന ആരായിരുന്നു എന്ന് ആർക്കും അറിയില്ല. സുധിക്ക് അർച്ചനയോടുണ്ടായിരുന്ന പ്രണയത്തിന്റെ ആഴം മനസ്സിലാക്കുന്ന ജയന്തിയും വിശ്വനാഥനും. കുഞ്ഞിനെക്കുറിച്ചുള്ള ജെയിംസിന്റെ ചോദ്യങ്ങൾ ഫൈസിയിൽ സംശയമുണ്ടാക്കുന്നു. കുഞ്ഞ് അർച്ചനയുടേതാണെന്ന് ജെയിംസിന് മനസ്സിലായിട്ടുണ്ട്. കോയമ്പത്തൂർ കിടക്കുന്ന ചെവള വന്ന് നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് നീ കണക്കൂട്ടി. അർച്ചന എവിടെയാണെന്നറിയാതെ കാർത്തിയാനിയെ വിടില്ലെന്ന് ചെവള. നിനക്ക് പിഴച്ചത്. അർച്ചനയോട് ചെയ്ത ചതിയുടെ പ്രായശ്ചിത്തമായി രാജപ്പന്റെ മകളെ വിവാഹം കഴിക്കാൻ ശബരിയെ വെല്ലുവിളിക്കുന്ന ഒരു മകളുടെ കഴുത്തിൽ താലി കെട്ടി പെരുമ്പടപ്പിൽ കൊണ്ടു നിർത്തി നിനക്ക് പറയാമോടാ ഇത് ലോറിക്കാരൻ രാജപ്പന്റെ മകളാണെന്ന്. രാത്രി മഴ തുടരുന്നു. സുധി ജയന്തിയോട് പറഞ്ഞത് വാസ്തവം തന്നെ. അവർക്ക് രണ്ടുപേർക്കും ഒരു തകരാറുമില്ല. ഒരേ സമയം അവൻ ഭാര്യയെയും വീട്ടുകാരെയും സമർത്ഥമായി കബളിപ്പിച്ചു. ഒരു വിവാഹമേ വേണ്ടാന്ന് പറഞ്ഞവൻ പെട്ടെന്ന് ഇങ്ങനൊരു വിവാഹത്തിന് തയ്യാറെടുത്തതിന് പിന്നിൽ ഇങ്ങനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. നിരഞ്ജനെ പുറത്തെവിടെയോ വെച്ച് കണ്ടെന്നല്ലാതെ അവൻ അവളെ വീട്ടിൽ ചെന്ന് കണ്ടില്ല. എല്ലാം പ്ലാൻ ചെയ്ത് തന്നെ അവൻ വിവാഹത്തിന് സമ്മതം മൂളിയത്. ആ സമയത്തുള്ള അവന്റെ മുനവെച്ച വാക്കുകൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു തന്ന പെണ്ണിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടുന്നു. അന്നതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ എനിക്ക് കഴിയാതെ പോയി. അർച്ചനെ അവൻ മറന്നു എന്ന് ഞാൻ വിശ്വസിച്ചു. അവനെ തിരിച്ചറിയാൻ അവന്റെ അമ്മയായ എനിക്ക് പോലും കഴിഞ്ഞില്ല. നിരഞ്ജനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നു ജയന്തി. അവന്റെ പക തീർക്കാൻ ഞാൻ കാരണം അവളൊരു ബലിയാടായി. ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ചോദ്യം മറ്റൊന്നാ. അർച്ചന പ്രഗ്നന്റ് ആയി എന്ന് നമുക്ക് വിശ്വസിക്കാം. ശബരി പറഞ്ഞത് സത്യം തന്നെ. അന്ന് വിളിച്ചത് അർച്ചന തന്നെ. അങ്ങനെ നമ്മൾ വിശ്വസിക്കുമ്പോ പ്രഗ്നൻസി തട്ടിപ്പാണെന്നല്ലേ രാജപ്പൻ പറഞ്ഞത്? അതാണ് പൊരുത്തപ്പെടാതെ പോകുന്നത്. അന്ന് നമ്മൾ പറഞ്ഞാണ് പ്രഗ്നൻസിയെ പറ്റി രാജപ്പൻ അറിയുന്നത് തന്നെ. അവളെ ഹോസ്പിറ്റൽ കാണിച്ചതിന്റെ ചില രേഖകളും അയാൾ കൊണ്ടുവന്ന് കാണിച്ചതാ. അവളുടെ അബോർഷൻ കഴിഞ്ഞെങ്കിൽ പ്രഗ്നൻസി കെട്ടുകഥയാണെന്ന് രാജപ്പൻ എന്തിനു പറയണം? നിങ്ങൾ അർച്ചനെ അന്വേഷിച്ച് അവിടെ ചെല്ലുമ്പോ അയാൾ അതല്ലേ പറയേണ്ടത്? അത് ശരിയാണല്ലോ. ഏതോ ഒരു സ്ത്രീയുടെ വീട്ടിൽ അർച്ചന ഉണ്ടെന്ന് പറഞ്ഞല്ലേ അയാൾ നിങ്ങളെ കൊണ്ടുപോയത്? അവിടെ ചെന്നപ്പോ എന്താ ഉണ്ടായത്? ഏട്ടനൊന്ന് ഓർത്തു നോക്കി. അർച്ചനയോ? അതാരാ? എടി നീ അല്ല, നിങ്ങളാരാ? ആടിനെ പട്ടിയാക്കുന്നോടി. വെറുതെ നമ്പർ ഇറക്കാതെ പെണ്ണിനെ വിളിക്കേ. ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. ശരിയാണ്. ആ വീട്ടിലെത്തുന്നതുവരെ അർച്ചന എവിടെ ഉണ്ടെന്ന് വിശ്വാസമായിരുന്നു രാജപ്പന്. അവൾക്കന്ന് 7 മാസം ഗർഭം. അത് സത്യമാണെങ്കിൽ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു അർച്ചന പ്രസവിച്ചിട്ടുണ്ട്. അവളും കുഞ്ഞും എവിടെയോ ഉണ്ട്. പക്ഷേ രാജപ്പൻ അതറിയില്ല. അയാളുടെ കയ്യിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടതായിക്കൂടെ? അപ്പോ അയാൾ ചൂട് മാറ്റാനുള്ള കാരണം അതുതന്നെയാണ്. അർച്ചനെ കണ്ടുപിടിക്കണം. കുഞ്ഞ് അവൾക്കൊപ്പം തന്നെയുണ്ട്. എന്റെ മോന്റെ കുഞ്ഞാ അത്. വളരെ കരുതലോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമായത്. അർച്ചന സുധിയുടെ കുഞ്ഞിന്റെ അമ്മയാണെങ്കിൽ നിരഞ്ജന അവനാൽ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭാര്യ. സുധിയുടെ മനസ്സിൽ ഇപ്പോഴും അർച്ചനയാ. അവന്റെ മനസ്സിൽ ചാരം മൂടി കിടക്കുന്ന കനൽ നമ്മൾ ഊതി പടർത്തരുത്. നമ്മൾ കൂട്ടായി വേണം ഒരു തീരുമാനമെടുക്കാൻ. അത് വിവേക ബുദ്ധിയോടെ വേണം. ഒന്നുകൂടി ജയന്തി ഓർക്കണം. സുധി ചതിച്ചതാണെന്ന് നിരഞ്ജന അറിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. വരാൻ സമയമായി. ആ, ദേ വന്നു. എത്രേ? 40 രൂപ.
താൻ ആദ്യമായിട്ടല്ലേ അർച്ചനയെ നേരിട്ട് കാണുന്നത്? എനിക്ക് മുമ്പേ അർച്ചനയെ കാണാൻ കൊതിച്ചത് നിരഞ്ജനയോ. സുധിയുടെ അർച്ചന. ഞാൻ ലേറ്റായോ സർ? ഇല്ല, ഞങ്ങൾ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. അർച്ചന, ഇതാണ് എന്റെ വൈഫ് സ്നേഹപ്രഭ. ഒരുപാട് കേട്ടു അർച്ചനയെ പറ്റി. ഇപ്പോ വീട്ടിലെ ഞങ്ങളുടെ സംസാര വിഷയം തന്നെ അർച്ചനയാ. അർച്ചനയെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചതും അതുകൊണ്ടാ. സന്തോഷമുണ്ട് മാഡം. ഫൈസി സാറ് ഒരു ദൈവത്തെ പോലെ എന്റെ മുന്നിലേക്ക് വന്നത്. ദൈവത്തെ പോലെ എന്ന് പറഞ്ഞാ പോരാ, ദൈവം തന്നെ. അത്രയൊന്നും വേണ്ട. തന്റെ കണ്ണീര് കാണാതെ പോവാൻ എനിക്ക് കഴിഞ്ഞില്ല. അർച്ചന എംകോം കഴിഞ്ഞിട്ടുണ്ടല്ലേ? അതെ മാഡം. വീട്ടുജോലിക്കായി അർച്ചനയെ അയക്കുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. അതിലൊരു വിഷമവും വേണ്ട മാഡം. എനിക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണിത്. പിന്നെ നിരഞ്ജന എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാ. വർഷങ്ങളോളം ഉള്ള അടുപ്പം അവളും ആ കുടുംബമായിട്ട് എനിക്കുണ്ട്. അവൾ മൂന്നാറിൽ ചെന്ന് താമസിക്കാനുള്ള കാരണം ഫൈസി പറഞ്ഞ അർച്ചനയ്ക്ക് അറിയാലോ. അറിയാം മാഡം. കുഞ്ഞ് തന്റേതാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലാ അവള്. ഞാൻ അറിയാത്ത ഒരു രഹസ്യവും നിരഞ്ജനയ്ക്കില്ല. മാഡം പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആത്മസുഹൃത്തിനെ ചതിക്കുകയാണെന്നല്ലേ? അതെ. ഇതൊരു ചതിയായി സാറും മാഡവും കാണാതിരുന്നാ മതി. ഞാൻ എന്റെ കുഞ്ഞിൽ അവകാശം ഉന്നയിക്കാനല്ല പോകുന്നത്. എനിക്കത് വേണമായിരുന്നെങ്കിൽ സാറ് വന്ന് പറഞ്ഞപ്പോ തന്നെ മൂന്നാറിലേക്ക് പോവാമായിരുന്നു. അതുമല്ലെങ്കിൽ പോലീസിൽ വിവരം അറിയിക്കാമായിരുന്നു. ഞാനത് ചെയ്യാത്തത് എന്റെ മോൻ അവന്റെ അച്ഛന്റെ കൂടെ വളരട്ടെ എന്നോർത്തിട്ടാ. നിരഞ്ജനയ്ക്ക് നല്ലൊരു അമ്മയാവാൻ കഴിയുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. കുഞ്ഞ് സ്വന്തം ഭർത്താവിൻ്റെതാണെന്ന് കൂടി നിരഞ്ജന തിരിച്ചറിഞ്ഞല്ലോ. അതെ. ഒരു കാലത്തും ഫൈസി സാറിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും എന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. അർച്ചനയിൽ നിന്ന് അത് ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ജീവൻ പോവേണ്ടി വന്നാലും ആ വിശ്വാസം ഞാൻ പാലിക്കും. എനിക്കതിന് കഴിയും സാർ. ഒരു തവണ മാത്രമാണ് സുധിയെ ഞാൻ വിളിച്ചു പോയത്. അതെനിക്ക് വേണ്ടിയായിരുന്നില്ല, സുധിയുടെ കുഞ്ഞിന് വേണ്ടിയായിരുന്നു. ഇപ്പോ ആ കുഞ്ഞ് സുധിയുടെ കയ്യിലാ. എനിക്കത് മതി സാർ. എന്നോട് സ്നേഹം കാണിച്ചവരോട് പോലും എവിടേക്കാ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കവിടെ വെച്ച് എന്ത് സംഭവിച്ചാലും ആരും അറിയാനും പോകുന്നില്ല. അർച്ചനയ്ക്ക് ഒരു അപകടവും വരാതെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയും. അങ്ങനെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാ അർച്ചനയെ ഞാൻ കൊണ്ടുപോകുന്നത്. 15,000 രൂപയാ അർച്ചനയ്ക്ക് നിരഞ്ജന നിശ്ചയിച്ചിരിക്കുന്ന ശമ്പളം. അർച്ചന വിഷമിക്കരുത്. ഇല്ല മാഡം, മുലപ്പാലിന് ആർക്കും പ്രതിഫലം തരാൻ കഴിയില്ല. ഒരുപക്ഷെ ഈ ലോകത്ത് കൊടുക്കാൻ പറ്റാത്ത പ്രതിഫലവും അതിനായിരിക്കും. ഞാൻ വാങ്ങുന്ന ശമ്പളത്തിന് ഞാൻ അടുക്കളയിൽ പണിയെടുത്തോളാം. ഞങ്ങൾ നാളെ മൂന്നാറിലേക്ക് പോകും. അതിനടുത്ത ദിവസം സുധി യാത്രയാവും. നിരഞ്ജനയുടെ ഒരു ആൻറ്റി കാനഡയിൽ നിന്നും വരുന്നുണ്ടെന്നാണ് കേട്ടത്. കുറച്ച് ദിവസം അവരും അവിടെ കാണും. ഞങ്ങൾ മടങ്ങി വന്നിട്ട് അർച്ചനയെ വിളിക്കാം. പിന്നെ ഏറ്റവും അടുത്ത ദിവസം അർച്ചനയുമായി റോസ്ലി ബംഗ്ലാവിലേക്ക്. വീട്ടിലിരുന്നിട്ട് ഒരു സ്വസ്ഥതയില്ലാഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒന്നാലോചിച്ച സുധി നിരഞ്ജനയും ഈ രാജ്യം വിട്ടു പോകുന്നത് തന്നെയാ നല്ലത്. അർച്ചന എവിടെയോ കുഞ്ഞുമായി ജീവിക്കുമ്പോൾ സുധി ഈ നാട്ടിൽ നിന്ന് അകന്നു നിൽക്കുന്നതല്ലേ നല്ലത്. അർച്ചനയും കുഞ്ഞും എങ്ങനെ ജീവിക്കുന്നു എന്നാ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. രാജപ്പന്റെ വീട്ടിൽ അവൾക്ക് നിൽക്കാനാവില്ല. ഇനി രാജപ്പൻ അവളെ ഒളിപ്പിച്ചതാണോ? നിങ്ങളൊക്കെ പറഞ്ഞു കേട്ട അറിവേ അയാളെപ്പറ്റി എനിക്കുള്ളൂ. കേട്ടിട്ട് അയാൾ ആളത്ര നിസ്സാരക്കാരനല്ല.
അർച്ചനയ്ക്ക് 7 മാസം ഉള്ളപ്പോഴല്ലേ ചേട്ടനും വിശ്വേട്ടനും അവളെ കാണാൻ പോയത്? അതെ. കുഞ്ഞിനെ തരാൻ ആദ്യം തന്നെ അയാൾ തീരുമാനിച്ചതാണെങ്കിലോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കാൻ ഒന്നുമില്ല. രാജപ്പൻ പണം തട്ടിയെടുക്കാൻ കള്ളക്കഥ പറഞ്ഞുണ്ടാക്കിയെന്ന വിശ്വാസത്തിലാ ചേട്ടനും വിശ്വേട്ടനും. രാജപ്പൻ അവരെ കടത്തിവെട്ടി കാണും. ഞാൻ പറഞ്ഞത് ജയന്തിക്ക് ഇനിയും മനസ്സിലായില്ലേ? കുഞ്ഞിനെ വെച്ച് രാജപ്പന് വില വെച്ചിക്കൂടെ? സുധിക്ക് നിരഞ്ജനയിൽ ജനിക്കുന്ന കുഞ്ഞിനെ പോലെ തന്നെ അർച്ചനയിൽ പിറന്ന കുഞ്ഞിനും പെരുമ്പടപ്പ് കുടുംബത്തിൽ അവകാശമുണ്ട്. അതിനുള്ള ധൈര്യമൊക്കെ അയക്കൊണ്ടോ? ഇത്തരം വിശ്വാസങ്ങളാ കാര്യങ്ങൾ ഇവിടെ കൊണ്ടെത്തിച്ചത്. നാളെ ഒരു കാലത്ത് ആളുകളെ കൂട്ടി രാജപ്പൻ ആ കുഞ്ഞിന്റെ കൈയും പിടിച്ച് അവകാശം ചോദിക്കാൻ പെരുമ്പടപ്പിലോട്ട് വരില്ലെന്ന് എന്താ ഉറപ്പ്? അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ആ കുഞ്ഞിനെ സ്വീകരിക്കും. ഒരാവേശത്തിന് അതൊക്കെ പറയാം, കാര്യത്തോടടുക്കുമ്പോ അറിയാം. ഇനിയെങ്കിലും വിശ്വട്ട് അതൊന്ന് അന്വേഷിച്ചാൽ മതിയായിരുന്നു. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ചേട്ടനും വിശ്വേട്ടനും ചെവി കൊള്ളില്ലല്ലോ. ഗീത ശബരിയോടൊന്ന് പറയൂ റോസ്മലയിൽ പോയൊന്ന് അന്വേഷിക്കാൻ. നമുക്ക് ആശ്രയിക്കാൻ ഇപ്പൊ അവനല്ലേ ഉള്ളൂ. ഞാനവനോട് പറയാം. ആ വീട്ടിൽ ചെന്നതുകൊണ്ട് അർച്ചനയും കുഞ്ഞ് എവിടെയാണെന്ന് അറിയാൻ പറ്റുമോ? വീട്ടിലുണ്ടെങ്കിൽ തന്നെ അവന് കയറി നോക്കാനും പറ്റില്ല. ജയന്തിയുടെ ഏട്ടനോട് ഇതേപ്പറ്റി ഞാനിനി ഒന്നും പറയില്ല. പക്ഷേ ജയന്തി പറഞ്ഞ കേൾക്കാനൊരു മനസ്സ് കാണിക്കും. പിന്നെ ഒരു കാര്യം ഉറപ്പാ, എവിടെയായാലും അർച്ചനയ്ക്കും കുഞ്ഞിനും രാജപ്പന്റെ വീട്ടുകാരുടെ സഹായമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഒരമ്മയും കുഞ്ഞിനെയും വേറെ ആരും കൈയാക്കാനും പോകുന്നില്ല. ജയന്തി കാര്യമായി ചേട്ടനോട് സംസാരിക്കും, അല്ലാതെ വേറൊരു വഴിയില്ല. എന്തിനാ ആശാന ആ കൊച്ചിന്റെ പിറകെ പോകുന്നത്? ആരോ ആശാനെ പറഞ്ഞ് ഇരികയറ്റിയാണെന്ന് എനിക്കറിയാം. എല്ലാം അവസാനിപ്പിച്ചതാണല്ലോ. ഡാ, അർച്ചനെ ദ്രോഹിക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്യില്ല. പക്ഷെ അവളുടെ കുഞ്ഞ് എവിടെയുണ്ടെന്ന് അറിഞ്ഞു വെച്ചിരിക്കുന്ന നല്ലതല്ലേ? അധികം ദൂരത്തൊന്നും ആ കുഞ്ഞ് പോയിട്ടില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. തിരുവനന്തപുരത്ത് സിറ്റിയിൽ തന്നെ ആ കൊച്ചുണ്ട്. ഉണ്ടായിക്കോട്ടെ. ആശാൻ വിചാരിച്ചാൽ എന്നെ കണ്ടെത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ആ കൊച്ചിനെ ആശാൻ കണ്ടിട്ട് പോലുമില്ല. അവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത്. ഞാൻ കൊച്ചിനെയും കണ്ടിട്ടില്ല, അതിനെ വളർത്തുന്ന ആളുകളെയും കണ്ടിട്ടില്ല. പക്ഷേ അവരെന്നെ കാണുന്നുണ്ട്. എൻ്റെ ഓരോ നീക്കങ്ങളും അവരറിയുന്നുമുണ്ട്. കുഞ്ഞിനെ ഞാൻ അന്വേഷിക്കുന്നു അറിഞ്ഞാൽ എന്നെ തേടി അവർ വരും. അത് ആശാനെ ഗുണത്തിനായിരിക്കില്ലെന്ന് മനസ്സിലാക്കിയാൽ മതി. അവിടെയാണ് നിനക്ക് തെറ്റിയത്. ഏത് ഒത്തുതീർപ്പിനും പല രീതികളുണ്ട്. അതിലൊന്നാ ദാനം. അവിടെ നിർത്താനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കുഞ്ഞിൻ്റെ പേരിൽ കിട്ടുന്ന ഒരു ദാനവും വേണ്ടെന്ന് വയ്ക്കാൻ ഞാൻ തയ്യാറല്ല. കയ്യിൽ വന്ന കാശൊക്കെ പോയി. രേവതിയെ ഉടനെ കൊടുത്തിൻ്റെ കയ്യിൽ പിടിച്ചു കൊടുക്കണം. അതിലൊരു വഴി തന്നെയായത്. ഇതേ മോഹമാ ആശാനെ പല കുഴിയിലും കൊണ്ട് ചാടിച്ചത്. പക്ഷെ ആശാനെ മാറ്റൊന്നും വന്നിട്ടില്ല. എടാ, ഞാൻ ഒരു പച്ചയായ മനുഷ്യനാണ്. 100% സത്യസന്ധനായി ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ ചിന്തിക്കുന്ന അതിമോഹമാണെന്ന് നീ കരുതുന്നുണ്ടാവും. പക്ഷേ കിട്ടുന്നത് വേണ്ടെന്ന് പറയാൻ പറ്റില്ല. വിലപേശാതിരുന്ന പോരെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയെല്ലാം ആശാന്റെ ഇഷ്ടം. അച്ചുവേച്ചിയെ കാണാൻ അവരെന്തിനാ വന്നത്? അവരുടെ മനസ്സിൽ പേടിയുണ്ട്. സ്നേഹ മാഡം അതാ എന്നോട് പങ്കുവച്ചത്. പിന്നെ നിരഞ്ജനയുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളാ സ്നേഹ മാഡം. അവര് തന്നെ കൂട്ടുകാരിയെ ചതിക്കല്ലേ. അതേപ്പറ്റിയാ അവർ കൂടുതലും സംസാരിച്ചത്. അച്ചുവേച്ചിയെ ഇപ്പൊ വിശ്വാസമില്ല അവർക്ക്? വിശ്വാസമായിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. നല്ല മനുഷ്യരാ അവര്, പ്രത്യേകിച്ച് ഫൈസി സാർ. ഒരേട്ടന്റെ സ്നേഹവും കരുതലും ഞാൻ തിരിച്ചറിഞ്ഞത് ഫൈസി സാറില്ല. കേസ് അന്വേഷിച്ചതൊന്നും ഫൈസി സാറല്ല. കേട്ടറിഞ്ഞ സാർ എന്നെ അന്വേഷിച്ചു വന്നത്. ലോകത്ത് ഇത്തരം മനുഷ്യർ കുറവാ മോളെ. അച്ചുവേച്ചി പറയുന്നത് സത്യം. ആ സാറിന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ എന്താ ഉണ്ടാവെന്ന് ചിന്തിച്ചിട്ടുണ്ടോ?
മുഖം തിരിച്ച് പോവാ മാത്രല്ല വിവരം SP അറിയിക്കുകയും ചെയ്തേനെ. പോലീസുകാർ അങ്ങനെ ചെയ്യൂ. ഫൈസി സാറിന് ഞാൻ കൊടുത്ത വാക്കാ. എന്റെ നാവിൽ നിന്നും ആ സത്യം പുറത്തു പോവില്ല. എന്റെ കുഞ്ഞിൽ ഞാൻ ഒരു അവകാശവും ഉന്നയിക്കില്ല. സുധി സാറ് 15-ന് തന്നെ പോവോ എന്നാ കേട്ടത്. നിരഞ്ജനിക്ക് കൂട്ടായി അവരുടെ ഒരു ആന്റി വരുന്നുണ്ടെന്ന്. അവര് കാനഡക്കാരിയാ. അവർക്ക് വലിയ ആൾക്കാരാ. അവരുടെ മുമ്പില് നമുക്ക് എന്ത് വിലയുള്ളത്? അവർക്കറിയില്ലേ കുഞ്ഞ് നിരഞ്ജനയുടെതല്ലെന്ന്? അവർക്കൊന്നും അറിയില്ലെന്നാ ഫൈസി സാർ പറഞ്ഞത്. മറ്റെന്തൊക്കെയോ കളവുകൾ പറഞ്ഞ് നിരഞ്ജന അവരെ വരുത്തുന്നത്. അപ്പോ അവിടെ മറ്റൊരു സ്ത്രീ കൂടെ ഉണ്ട്. എത്ര പേരുണ്ടെങ്കിലും എനിക്കത് പ്രശ്നമല്ല മോളെ. ദിവസം 2-3 മണിക്കൂറെങ്കിലും എന്റെ മോനെ ഒന്ന് എന്റെ കയ്യിൽ തനിച്ച് കിട്ടിയാൽ മതി. പോകുന്ന ദിവസം എന്നാന്ന് ഫൈസി സാറ് പറഞ്ഞോ? സുധി പോയിട്ട് പിറ്റേന്നാവും. വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ചുച്ചിയുടെ പേരൊക്കെ മാറ്റി പറയേണ്ടി വരില്ലേ? അതൊക്കെ വേണ്ടി വരും. ജോലിക്കാരിയുടെ പേരെന്തായാലും സുധി അറിയും. ആ പിന്നെ മാസം 15,000 രൂപ ശമ്പളവും കിട്ടും. മോനെ നോക്കുന്നതിന് അമ്മയ്ക്ക് കിട്ടുന്ന ശമ്പളം ഭൂമിയിൽ ഒരമ്മയും ഇതുപോലെ ശമ്പളം വാങ്ങിയിട്ടുണ്ടാവില്ല. ശമ്പളം വേണ്ടെന്ന് പറയാൻ പറ്റൂ? തരുന്നത് മനസ്സ് നൊന്ത് വാങ്ങാം. അതായിപ്പോയി എന്റെ വിധി. സുധി ഇവിടെ വന്നിരിക്കുകയാണോ? വീട്ടിൽ പോയിട്ട് ഒരു ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സുധി തിരിച്ചെത്തിയോ എന്ന് അന്വേഷിച്ച് അമ്മയുടെ ഒരു കോള് വന്നു. കൂടുതലൊന്നും പറഞ്ഞില്ല, ഞാനൊന്നും ചോദിച്ചതുമില്ല. പക്ഷേ അമ്മയുടെ സ്വരത്തിലൊരു പതർച്ചയുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് താനത് പറയിച്ചു. പോകാൻ പാടില്ലെന്ന് ഞാൻ കരുതിയത് അതുകൊണ്ടാണ്. ഇപ്പോഴും നിരഞ്ജനെ അത് ബാധിച്ചിട്ടില്ല, ഇനി ബാധിക്കാനും പോകുന്നില്ല. അമ്മയുടെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. എന്റെ മനസ്സറിയുന്നത് എന്റെ അമ്മയ്ക്കാ. സുധി എന്താ പറഞ്ഞത്? അവരെ മാത്രമല്ല, ഞാൻ നിരഞ്ജനെയും ചതിച്ചതാണ്. കഷ്ടം. അമ്മ ഇത് വിശ്വസിക്കുമെന്ന് സുധി കരുതുന്നുണ്ടോ? ഒരിക്കൽ ഞാനിത് പറഞ്ഞതല്ലേ സുധിയോട്? അമ്മയെന്നല്ല, എന്നെ അറിയുന്ന ആരും അത് വിശ്വസിക്കും. എന്റെ മനസ്സിൽ പകയാണെന്നറിയുന്ന ആരും നിരഞ്ജനയുടെ കുറവ് അന്വേഷിച്ച് വരില്ല. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് അമ്മയ്ക്ക് ബോധ്യപ്പെട്ടു. നിരഞ്ജനയുടെ കുറവ് ചോദിച്ച് ആരും ഇവിടെ വരില്ല. വരാൻ അവരൊന്ന് അറയ്ക്കും. പോകുന്നതിന് മുമ്പ് സുധി പക വീട്ടിയല്ലേ? ഒരു കണക്കിന് അത് നല്ലത് തന്നെയാ. പക്ഷെ ഈ ഇടപാടിൽ സുധിക്ക് ലാഭമില്ലാതെ പോകരുത്. ഞാൻ മാത്രം ലാഭം ഉണ്ടാക്കിയ പോരല്ലോ. നിരഞ്ജന, എനിക്കൊരു പ്രയാസമില്ല സുധി. എന്റെ മനസ്സിൽ മറ്റൊന്നുമില്ല. സുധിയെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ എനിക്കും ആശ്വസിക്കായിരുന്നു. ആരും എന്നെ തേടി വരില്ലായിരുന്നു. ഇനി അങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത്. അമ്മ എൻ്റെ അടുത്തേക്ക് വരും. മകൻ ചെയ്ത ചതി അമ്മയ്ക്ക് എന്നോട് പറയാതിരിക്കാൻ കഴിയില്ല. സുധി തിരിച്ചു വരുമ്പോൾ ഞാൻ നേരിടുന്ന വെല്ലുവിളി അതായിരിക്കും. മകനിൽ നിന്നൊരു കുഞ്ഞ്. അവിടെയാണ് നിരഞ്ജനയ്ക്ക് തെറ്റുപറ്റിയത്. ഈ ആവശ്യവുമായി അമ്മയ്ക്ക് വരാനാവില്ല. നിരഞ്ജന ഒന്നും അറിയരുതെന്ന് അമ്മയെക്കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടാ ഞാനത് പറഞ്ഞത്. അമ്മയ്ക്ക് നന്നായിട്ടറിയാം മകന്റെ കുഞ്ഞെന്നുള്ള പ്രതീക്ഷ ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന്. പിന്നെ നമ്മൾ ഈ രാജ്യത്ത് ജീവിച്ചിട്ട് വേണ്ടേ? ഞാൻ അവിടെ ചെന്ന് ആദ്യം ചെയ്യാൻ പോകുന്നത് നിങ്ങളെ കൂടി കൊണ്ടുപോവുക. ശരി, താങ്ക്സ്. ഗീതേ,
എന്താ? നിന്റെ മോൻ എവിടാന്നറിയോ? പോലീസ് കസ്റ്റഡിയിലാ. അയ്യോ, അവൻ എന്തു കുറ്റാ ചെയ്തേ? ഒരു ബിയർ പാർലറിൽ കയറി തല്ലുണ്ടാക്കിയതിന്. ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? ഇതിൽ പര എന്ത് നാണക്കേട് വരാനാ? എന്റെ മകനാണെന്ന് അറിഞ്ഞപ്പോ കേസെടുക്കണ്ടെന്ന് ബാറുടമ പറഞ്ഞു. അയാളെപ്പോ വിളിച്ചത്? അവൻ ഇങ്ങനെ തുടങ്ങിയ നമ്മൾ എന്ത് ചെയ്യും? ദേ എത്തി നിന്റെ മുടിയനായ പുത്രൻ. വിവരങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഏയ് വേണ്ട ഏട്ടാ, വിട്. വേണ്ട, ഒരു തല്ല് കഴിഞ്ഞതേ ഉള്ളൂ. ബാറി കിടന്ന് തല്ലുകൂടി വന്നിരിക്കുന്നു. നീ ഇത്രയ്ക്ക് തരം താണല്ലോടാ. എനിക്ക് 3-4 പേരെ തല്ലണം തോന്നി. അതാരാന്നൊന്നും ഞാൻ നോക്കിയില്ല. കേസിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താനൊന്നും ആരോടും ഞാൻ കെഞ്ചിയില്ല. നടരാജൻ വക്കീലിന്റെ മോനാണെന്നും പറഞ്ഞില്ല. കഴിക്കണമെങ്കിൽ കഴിച്ചിട്ട് പോന്നാ പോരടാ. എനിക്ക് എന്നോട് തന്നെ തോന്നി അരിശം തീർത്തതാ. അരിശം തീർക്കാൻ നീ ആരെയും കയറി തല്ലോടാ? ആ സമയത്ത് ഞാൻ ആരാന്നൊന്നും നോക്കില്ല. എന്തിനാടാ മോനെ നീ ഇങ്ങനെ നശിക്കുന്നത്? അതമ്മേ, സുധി ഇന്ന് എന്നെ കാണാൻ വന്നിരുന്നു. എന്നെ തകർത്ത് കളഞ്ഞിട്ട് അവൻ പോയത്. അവൻ എന്റെ നെഞ്ചത്ത് അവസാനത്ത് ആണി അടിച്ചു. ശബരിയെ ഇനി കുഴിയിലേക്ക് എടുത്താൽ മതി.